സാർ. എന്താടോ അവൻ കുറ്റം സമ്മതിച്ചോ? ഇല്ല സാർ, ലാത്തി ഒടിയുന്നവരെ ഞാൻ അടിച്ചു. അവൻ സമ്മതിക്കുന്ന മട്ടില്ല. എഴുന്നേക്കടാ, എഴുന്നേക്കാൻ, എഴുന്നേക്ക്, എഴുന്നേക്കടാ, എഴുന്നേക്കടാ, അഭിനയിക്കാതെ അങ്ങോട്ട് എഴുന്നേക്കടാ. നിനക്കെന്താടാ ഇങ്ങനെ തല്ലുകൊള്ളാൻ പറ്റുണ്ടോ? നല്ല കുട്ടിയായിട്ട് കുറ്റസമ്മതം നടത്ത്. ഞാൻ എന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നിന്നെ 3 വർഷത്തിനുള്ളിൽ പുറത്തിറക്കാം. സാറിന്റെ ഓഫറിന് നന്ദി, പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? സാർ മതി സാർ, ഇനി തല്ലി അവൻ ചത്തു. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? എങ്ങാനും ഇവൻ പറയുന്നത് സത്യമാണെങ്കിലോ സാർ? തനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? എന്നാ ഇനി അവനെ ഒന്നും ചെയ്യണ്ട. നാളെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ളല്ലേ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാർ, ഇവൻ കുറ്റം സമ്മതിക്കാതെ മജിസ്ട്രേറ്റിനെ മുന്നിൽ കൊണ്ട് നിർത്തിയാ അദ്ദേഹം നമ്മളെ ചീത്ത വിളിക്കില്ലേ? അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞോളൂ. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. സാർ മനസ്സിലായില്ല. നാളെ അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് എൻകൗണ്ടർ ചെയ്യണം. ഇത് ചെയ്താൽ തനിക്ക് ഞാനൊരു പ്രൊമോഷൻ വാങ്ങിത്തരും. എത്ര കാലം എന്ന് വെച്ചാൽ താൻ ഈ SI റാങ്കിൽ തന്നെ തുടരുന്നത്. ഒരു CA ഒക്കെ ആവണ്ടേ? താൻ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. എവിടെ വെച്ച് എപ്പോ എങ്ങനെ അവനെ തീർക്കണമെന്നൊക്കെ ഞാൻ രാവിലെ തന്നെ അറിയിക്കാം. സാർ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ശരി സാർ. ആന്റി വീട്ടിലേക്ക് പോയിക്കോളൂ. കഴിക്കാനുള്ള മരുന്നുകളൊന്നും എടുത്തിട്ടില്ലല്ലോ. ആന്റിയെ കണ്ടാ തന്നെ അറിയാം, നല്ല ക്ഷീണമുണ്ട്. കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. വേണ്ട, ഞാൻ എന്റെ മോനെ ഈ അവസ്ഥയിൽ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഇവരെപ്പോഴും ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. കൈലാഷ് സാറിനെ എങ്ങനെ കണ്ട് സംസാരിക്കും? കൈലാഷിന്റെ കൂടെ ഇവിടെ ഞാനില്ലേ? പോരാത്തന് നഴ്സുമാരും ഉണ്ട്. ആന്റി കൂടുതൽ സ്ട്രെയിൻ എടുത്ത് എന്തെങ്കിലും അസുഖം വരുത്തി വെച്ചാ അത് കൈലാഷിന് കൂടുതൽ വിഷമാവത്തേ ഉള്ളൂ. എന്നാലും നാളെ വൈകുന്നേരം കൈലാഷിനെ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചെറിയ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ മതി. അതിനുവേണ്ടി ഒരു നഴ്സിനെ അയക്കാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനി പേടിക്കാനൊന്നും ഇല്ല ആന്റി. കൈലാഷ് വീട്ടിലേക്ക് വരുമ്പോ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആന്റി ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി ആന്റി പോയി റെസ്റ്റ് എടുത്തോളൂ. നാളെ രാവിലെ ആന്റി വരുമ്പോ ഞാൻ ഹോസ്റ്റലിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം. അങ്കിള് വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? നമ്മള് ഉള്ളിലെ വിഷമമൊക്കെ കരഞ്ഞു തീർക്കും. എന്നാൽ അങ്കിളിനോ അതിന് കഴിയോ? ആന്റിയാണെങ്കിൽ ദേഷ്യത്തില് അങ്കിളിന് ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു. അങ്കിൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുന്നതല്ലേ നല്ലത്. ഞാൻ പോയിട്ട് നാളെ രാവിലെ വരാം. ഓക്കെ ആന്റി.
എന്താ ആന്റി? ഒന്നുമില്ല. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് കൈലാഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. പേഷ്യന്റിനെ കാണണമെങ്കിൽ വിസിറ്റിംഗ് ഹൗസിൽ വരണ്ടേ? രാവിലെ വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര് എന്നെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. ഇപ്പോ അവരൊക്കെ പോയി കാണുന്നു കരുതിയാ ഞാൻ വന്നത്. പക്ഷെ ഇപ്പോഴും അവിടെ ആളുകളുണ്ട്. പേഷ്യന്റ് കുടുംബക്കാര് സമ്മതിക്കാതെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. പ്ലീസ് സിസ്റ്റർ, ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഒരു നിരപരാധി ജയിലിൽ പോണ്ടി വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കരച്ചിൽ നിർത്തി കാര്യം എന്താന്ന് പറ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. കൈലാഷ് സാറിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് അദ്ദേഹം പോലീസിൽ മൊഴി നൽകി. കൊല്ലാൻ ശ്രമിച്ചെന്നോ? അദ്ദേഹത്തെ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരെ തല്ലിച്ചതയ്ക്കാം. അദ്ദേഹം കൈലാഷ് സാറിനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പ്രിയൻ ചേട്ടനെ കൊടുക്കാനായി ആരൊക്കെയോ ചേർന്ന് കളിച്ച കളിയില് അദ്ദേഹം പെട്ടുപോയതാ. കൈലാഷ് സാറും ഇതെല്ലാം വിശ്വസിച്ചു. പ്രിയൻ ചേട്ടനെ തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും സത്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എനിക്കതിന് കഴിയുന്ന ഉറപ്പുണ്ട്. പക്ഷെ ഇവരാരും എന്നെ അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കുന്നില്ല. എന്റെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് കണ്ട് ഞാൻ യാചിക്കുക, സഹായിക്കണം. ഇല്ലെങ്കിൽ പ്രിയൻ ചേട്ടൻ മാത്രല്ല എന്റെ ജീവനും പോവും. കൈലാഷിനെ പ്രിയൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ കൃത്യസമയത്ത് കൈലാഷിനെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാ അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രിയനാണ് കൈലാഷ് സാറിന് വേണ്ടി രക്തം കൊടുത്തത്. ഇതൊന്നും ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നയാള് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഒരാള് ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. ശരിക്കും നിങ്ങളെ സഹായിക്കുന്നത് ഹോസ്പിറ്റൽ റൂൾസിനെതിരാണ്. പക്ഷേ ഒരു നല്ല മനുഷ്യനെ രക്ഷിക്കാനായതുകൊണ്ട് ഞാനിത് ചെയ്യാം. ഞാൻ എങ്ങനെയെങ്കിലും ICUവിന്റെ പുറത്തിരിക്കുന്ന കുട്ടിയെ അവിടുന്ന് മാറ്റിത്തരാം. ഉള്ളിൽ പോയി കൈലാഷ് സാറിനോട് സംസാരിച്ച് മനസ്സ് മാറ്റുന്നത് നിങ്ങളുടെ കയ്യിലാണ്. ഒരുപാട് നന്ദിയുണ്ട് സിസ്റ്റർ.